ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം തൂങ്ങി മരിച്ച ചന്തക്കുന്ന് അയ്യാർപൊയിൽ സ്വദേശി തൈക്കോടൻ മുഹമ്മദ് ജാസിദിന്റെ മരണത്തിന് ഉത്തരവാദിയായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. യോഗം നിലമ്പൂർ നഗരസഭാ സ്ഥിരം കമ്മിറ്റി അധ്യക്ഷൻ PM ബഷീർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് തീരുമാനിക്കേണ്ടത് രണ്ട് രീതിയിലാണ്. ഒന്ന്, നിയമപരമായി കൊണ്ട് നിയമവിദഗ്ധരുമായി ആലോചിച്ചുകൊണ്ട് ഈ കേസിനകത്ത് നമുക്ക് നിയമപരമായിട്ടുള്ള ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഒരു സത്യാവസ്ഥ കോടതി മുഖേന പുറത്ത് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള സംവിധാനത്തെ കുറിച്ച് ഒന്ന് അറിയുക. കാരണം പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് യാഥാർത്ഥ്യത്തിനകത്താക്കാം. മറ്റൊന്ന്, പോലീസിൽ ഇടപെടുന്ന രീതിയിലുള്ള സമ്മർദ്ദം, അത് ഏത് രീതിയിൽ വേണമെന്ന് സംബന്ധിച്ച് ഈ ആക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. അത് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ വിഷയം ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു, അത് ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള പത്രസമ്മേളനം ഉൾപ്പെടെ നടത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് ജാസിദിന്റെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ പ്രക്ഷോഭം നടത്താൻ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ അയ്യാർപൊയിലിൽ ചേർന്ന ജനകീയ കൺവെൻഷൻ തീരുമാനിച്ചു. ആദ്യഘട്ടമെന്ന നിലയിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപവാസ സമരം നടത്തും. പ്രതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് കോടതിയെ സമീപിക്കാനും യോഗം തീരുമാനിച്ചു. ജനുവരി 28 പുലർച്ചെയാണ് 21-കാരനായ മുഹമ്മദ് ജാസിദിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമായിരുന്നു തൂങ്ങി മരിച്ചത്. വീഡിയോയിൽ പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഭീഷണിയും ഇക്കാര്യത്തിൽ പോലീസ് നിരന്തരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതായും തനിക്ക് പറയാനുള്ളത് പോലീസ് കേൾക്കാൻ തയ്യാറായില്ലെന്നും പറയുന്നു. നിലമ്പൂരിലുള്ള 4 പേരാണ് തന്റെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞ് ഇവരുടെ ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്താണ് ജാസിദ് തൂങ്ങി മരിച്ചത്. മരണവുമായി ബന്ധപ്പെട്ട് പിതാവും സഹോദരങ്ങളും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ കാര്യമായ അന്വേഷണം നടത്തുന്നില്ലെന്നും പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നുമുള്ള ആരോപണം ഉയർന്നതോടെയാണ് ജനകീയ സമിതി രൂപീകരിച്ചത്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പല സ്ഥലത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ ചടുലമായിക്കൊണ്ട് ഈ കാര്യത്തിൽ ഒക്കെ തീരുമാനമുണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ മാത്രം എന്താണ് അറിയില്ല, ഇത് തികഞ്ഞ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ സമ്മതിക്കണം. ഇപ്പോ ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞത് എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പോലീസ് ഈ കാര്യത്തിൽ ഈ സംഭവം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്തിട്ടില്ല. അത് അതീവ ഗുരുതരമായ വീഴ്ചയാണ്. അപ്പൊ അതിന് ജനങ്ങൾ നമുക്ക് രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ നിൽക്കണം. നഗരസഭാ കൌൺസിലർ അഷറഫ് മങ്ങാട്ട് അധ്യക്ഷനായി. പ്രതിപക്ഷ നേതാവ് പാലുളി മെഹബൂബ്, കൌൺസിലർമാരായ VA കരീം, നാജിയ ഷാനവാസ്, മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് ഷുഹൈബ് മുത്തു, CPM ബ്രാഞ്ച് സെക്രട്ടറി അസീസ് കുഴിപ്പുറം, NCP ബ്ലോക്ക് പ്രസിഡന്റ് നൌഷാദ് പരുന്തൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈഫു എനാന്തി, നിഷാദ് പട്ടിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ ഉണ്ടാകുന്ന ഈ ആക്ഷൻ കമ്മിറ്റി അത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്, രാഷ്ട്രീയമില്ലാത്തവരുണ്ട്, മതസാമുദായിക സംഘടനക്കാരും ഒക്കെ ഉണ്ടാവണം. അതിനകത്ത് അവിടെ എല്ലാം കൂടെ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ പ്രദേശത്തുകാരൊരു വിഭിന്ന അഭിപ്രായക്കാരല്ല, പക്ഷെ ഈ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മതങ്ങൾക്ക് അതീതമായി കൊണ്ട് ഒറ്റക്കെട്ടാണ് എന്ന് ബോധ്യപ്പെടുത്തി അധികാരികളെ ബോധ്യപ്പെടുത്തുകയും ഇതിന്റെ കാര്യങ്ങൾ വളരെ സ്പീഡ് ദ്രുതഗതിയിൽ മുന്നോട്ട് നീക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവനെ കുറ്റക്കാരനാക്കുന്ന രൂപത്തിലേക്ക് അവന്റെ സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായിരുന്നു. വളരെ മോശമായിട്ട് അവനെ കേൾക്കാവുന്ന രൂപം അവിടെ ഉണ്ടായിട്ടില്ല എന്നും അടക്കമുള്ള അവരുടെ ആശങ്കകൾ, അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കണ്ടെത്തുന്നതിന് വേണ്ടി കൃത്യമായൊരു അന്വേഷണം
അന്വേഷണം നടത്തിയിട്ട് ഇതിൽ കുറ്റക്കാരാണെങ്കിൽ മാത്രം ശിക്ഷിച്ചാൽ മതി എന്നുള്ള നിലപാട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ അവൻ്റെ കുടുംബത്തോട് തുടക്കം മുതൽ ഇന്ന് വരെ സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, പാലുള്ളി മെഹബൂബ്, VA കരീം, PM ബഷീർ, നാജിയ ഷാനവാസ് എന്നിവർ രക്ഷാധികാരികളായും അഷറഫ് മങ്ങാട്ട് ചെയർമാനായും നിഷാദ് പട്ടിക്കാടൻ കൺവീനറുമായും 201 അംഗ സമരസമിതി രൂപീകരിച്ചു. ഇതിൽ നിന്നും 13 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.